അധികം ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്കാണ് വി എസ് സഞ്ചരിച്ചത്. നോക്കൂ, സമരനായകൻ കടന്നു വരികയാണ്. വീട്ടിലേക്കുള്ള മടക്കയാത്രയാണിത്. അത് വീരോചിതമായ മടക്കയാത്രയാക്കാൻ, വീരവണക്കം നൽകാൻ, അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്ന മനുഷ്യരുടെ നെഞ്ചിലുണ്ട് ആ പോരാളി കൊടുത്തിയ സമരവീര്യത്തിന്റെ ഒരിക്കലും കെടാത്ത ചെങ്കനൽ. അതിങ്ങനെ ജ്വലിച്ചു നിൽക്കുമ്പോൾ എങ്ങനെയാണ് വി എസിന് മരണം സംഭവിക്കുക? ഒരു നൂറ്റാണ്ടുകാലം കേരളത്തെ ത്രസിപ്പിച്ച സമരധീരനായ മുന്നണി പോരാളി ഇതാ കടന്നു വരികയാണ്. സമരനായകന് വിട നൽകുകയാണ്. ഈ വഴിയിലൂടെ എങ്ങനെ പോകും? നൂറുകണക്കിന് ആളുകൾ റോഡിലേക്ക് ഇനിയിപ്പോൾ വീട് വരെ ഈ ജനപ്രവാഹമായിരിക്കുമല്ലോ. രഞ്ജിത്ത്, സുനിൽ, നമുക്ക് കാണാം രണ്ട് ഭാഗങ്ങളിലും ആ ബസ് കടന്നു വരുന്ന വഴിയുടെ രണ്ട് ഭാഗങ്ങളിലും ആളുകൾ നിൽക്കുകയാണ്. ജനഹൃദയങ്ങളിലെ രക്തപുഷ്പമാണ് വി എസ്. ആ രക്തപുഷ്പമായി വി എസ് വേലിക്കകത്ത് വീട്ടിലേക്ക് കടന്നു വരികയാണ്. നോക്കൂ, ജനലക്ഷങ്ങളാണ് ഈ ഒരു റോഡിന്റെ ഇരുവശങ്ങളിലുമായി നിൽക്കുന്നത്. അപ്പോൾ വി എസ് വേലിക്കകത്ത് വീട്ടിലേക്ക് വരുന്നത് ഇപ്പോൾ ജീവനില്ലാതെയാണ്. വി എസ് ഇല്ല എന്നത് വിശ്വസിക്കാനാകാതെ ഒരുപാട് മനുഷ്യർ ഇങ്ങനെ റോഡിന്റെ ഇരുവശവും നിന്ന് മുദ്രാവാക്യം മുഴങ്ങുന്ന വീതിയിലൂടെ വി എസ് ഇതാ കടന്നു വരികയാണ്. വി എസിന് ഒരു പകരക്കാരനില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് വി എസിനെ കാത്തു നിൽക്കുന്ന മനുഷ്യർ, ഇത്രയധികം മനുഷ്യരുടെ ഹൃദയത്തിലുണ്ട് വി എസ്. ഇവിടെ ഉയരുന്ന മുദ്രാവാക്യങ്ങൾ, ഇവിടെ ഉയർത്തപ്പെടുന്ന റോസാപ്പൂക്കൾ, അവരോരോരുത്തരും വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. ഈ ചുവന്ന റോസാപ്പൂക്കളും ചുവന്ന കൊടിയും ഇവിടെ ഉയരുന്ന മുദ്രാവാക്യങ്ങളും വിപ്ലവബോധമുയർത്തുന്ന മുദ്രാവാക്യങ്ങളുമൊക്കെ വി എസ് എന്ന് പറയുന്ന ജനനായകന് അവസാനമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പിറന്ന നാട്ടിലെ മനുഷ്യരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിൽ നിന്ന്, ഈ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് വി എസ് രാഷ്ട്രീയം പറഞ്ഞത്. ഈ മണ്ണിനെ സ്നേഹിച്ച, മനുഷ്യനെ സ്നേഹിച്ച, മനസാക്ഷിയുള്ള ഒരു നേതാവ്. അങ്ങനെയാണ് വി എസിനെ കാലം അടയാളപ്പെടുത്താൻ പോകുന്നത്. ഇതാ വി എസിന്റെ വീട്ടിലേക്കുള്ള വഴി തിരിയുകയാണ്. നമ്മുടെ ക്യാമറയിൽ നമുക്ക് കാണാം വി എസിനെ കാത്തു നിൽക്കുന്ന ജനക്കൂട്ടത്തിനിടയിലേക്ക് ആൾക്കൂട്ടത്തിന്റെ നായകന് വിട നൽകുകയാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ണ്. ഇപ്പോൾ നമ്മൾ കുറവൻതോട്, പുന്നപ്ര, അവിടെയുള്ള വി എസിന്റെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് ആ വാഹനം കയറുകയാണ്. ഇനി വീട്ടിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ വി എസിന് അഭിവാദ്യം അർപ്പിക്കാനായി കാത്തു നിൽക്കുന്ന ആബാലവൃദ്ധം ജനങ്ങളെ നമുക്ക് കാണാം. ഇതൊരു വീരമടക്കമാണ്. വീരോചിതമായ ഒരു അന്ത്യാഭിവാദ്യമാണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.
വേദനയുമായാണ്. നോക്കൂ, വി എസ് ജീവനില്ലാതെ അവരുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തിക്കൊണ്ട് കടന്നു വരികയാണ്. വി എസ് എന്ന യാഥാർത്ഥ്യം, വി എസ് എന്ന ആ രണ്ടക്ഷരം അസ്തമിക്കുകയാണ്. അപ്പോൾ വി എസ് ഇല്ലാത്തൊരു നിമിഷത്തെ പോലും ഇവർക്ക് ചിന്തിക്കാനാകുന്നില്ല. അപ്പോൾ വി എസിന്റെ വീട്ടിലേക്കുള്ള വഴിയിലാണ് വി എസിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു പോകുന്നത്. പാർട്ടി പ്രവർത്തകരൊക്കെ നാം പാടവൻ